നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ണ് കണ്ടുകൂടാത്തൊരു വയസ്സൻ വന്ന് പൊളിക്കാൻ മാത്രം വീക്കായിരുന്നു നിന്റെ പ്ലാൻ. അവളുടെ ഒരു പ്ലാനും ക്ലൈമാക്സും. അതെന്നെ ആന്റി എനിക്ക് മനസ്സിലാവാത്തത്. കൃത്യസമയത്ത് കൃത്യമായ സ്ഥലത്ത് അയാൾ എങ്ങനെ വന്ന് ചവിട്ടി? ആന്റി, എനിക്ക് അയാളെ സംശയമുണ്ട്. അയാളുടെ പിറകില് എന്തൊക്കെയോ സീക്രട്സ് ഉണ്ട്. ഞാനത് കണ്ടുപിടിച്ചിരിക്കും. ഏതായാലും നിനക്ക് ഭാഗ്യമുണ്ട്. പ്രതാപനെ പോലൊരു ബലിയാടനെ കിട്ടിയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ആ പിന്നല്ലാതെ ഗാർഗിയ മണ്ടനിൽ പഴിചാരിയത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഓ ദേ, ഇതുപോലുള്ള ഐഡിയകൾ പ്രയോഗിക്കുന്നതിന് മുമ്പ് എന്റെ ഉപദേശം തേടണം ജാസ്മിൻ. പിന്നെ നിന്റെയൊക്കെ ഉപദേശം തേടുന്നതിന് പകരം കെട്ടിത്തൂങ്ങി ചാവുന്നതാ നല്ലത്. ഉപദേശം തരാൻ പറ്റിയ ഉരുപ്പടി. നീ എന്താ ആലോചിക്കുന്നേ? നെക്സ്റ്റ് ടൈം ഞാൻ ആന്റിയുടെ അഡ്വൈസ് ചോദിച്ചു മേടിച്ചിരിക്കും. ആ, ദാറ്റ്സ് മൈ സ്വീറ്റ് ജാസ്മിൻ. That's my sweet Jasmine. മോനെ വിശാൽ, അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചേ. Many, many happy returns of the day, my boy. എന്റെ മോൻ എന്നും ഒരു രാജകുമാരനെ പോലെ സുന്ദരനായിരിക്കണം. ഈ വർഷത്തെ മോന്റെ ജന്മദിനത്തിന് അലങ്കാരമോ ആഘോഷങ്ങളോ ഒന്നുമില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ മോന്? അമ്മ മരിച്ചിട്ട് അധിക ദിവസം ആയില്ല, അതുകൊണ്ടാ. മോനെ ആ വിശാൽ, ഇങ്ങോട്ട് വന്നേ. മോനെ, അമ്മയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ പ്രാർത്ഥിക്കൂട്ട. ഇന്നും മോന്റെ പിറന്നാളല്ലേ, അമ്മയുടെ ആശീർവാദം വാങ്ങിക്ക്. അയ്യോ മോനെ, എന്താ മോനെ നീ കാണിച്ചത്? അമ്മയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമസ്കരിക്കാനല്ലേ അച്ഛമ്മ പറഞ്ഞത്? പിറന്നാൾ ദിവസമായിട്ട് നീ എന്തിനാ പ്രഭാവതിയുടെ കാല് തൊട്ട് വന്നിച്ചത്? ആ ഫോട്ടോയിലിരിക്കുന്നവരല്ല എന്റെ അമ്മ. ഇതാണ് എന്റെ അമ്മ. അയ്യോ, ഐ ഹേറ്റ് ഹർ. ഷർട്ട്, നല്ല വെള്ള ഷർട്ട് കൊള്ളാലോ. ഇതിട്ടാ ഞാൻ മണവാളനെ പോലിരിക്കും. വിശാലിന്റെ ബർത്ത്ഡേക്കിടെ ഒരു പുതിയ ഷർട്ട് വാങ്ങാൻ വേണ്ടി ഇരിക്കായിരുന്നു. ആ കാശ് എന്തായാലും ലാഭിച്ചു.
ചേച്ചിക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. താങ്ക് യു. പ്രതാപ, ആ ഷർട്ട് അവിടെ വെക്ക്. ഞാൻ ശരിക്കും കാണട്ടെ ചേച്ചി. നിന്നോടാ പറഞ്ഞത് ആ ഷർട്ട് അവിടെ വെക്കാൻ. എന്റെ ഇന്ന് കിഴക്ക് കിട്ടണമെങ്കിൽ മര്യാദയ്ക്ക് അതങ്ങോട്ട് വെക്ക്. ഈ ഷർട്ട് എനിക്കല്ലേ ചേച്ചി വാങ്ങിയത്, പിന്നെ ഞാനൊന്നും എടുത്താൽ എന്താ കുഴപ്പം? ഓ, ഷർട്ട് ചുളുങ്ങി പോകുന്നു പേടിച്ചിട്ടാണോ? അത് ശരിയാ, ബർത്ത്ഡേ ഫംഗ്ഷന് ചുളുങ്ങിയ ഷർട്ട് ഇട്ടുണ്ടോ എന്ന് വൃത്തിയേടാ. അതിന്റെ കേട് ചേച്ചിക്ക് കൂടിയാ. എടാ മണ്ട, ആ ഷർട്ട് നിനക്കല്ല, നീ അതവിടെ വെക്ക്. എനിക്കല്ലേ, പിന്നെ ആർക്കാ? ആ, ചേച്ചി ഈ ലുക്ക് മാറ്റി ഷർട്ടും പാന്റും ഇട്ട് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യാൻ പോകണം. ആ, ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ വെച്ചാൽ സൂപ്പർ ആയിരിക്കും. പൊട്ടത്തരം പറയില്ല പ്രതാപ, ഈ തടി മാത്രമേ ഉള്ളൂ, തലയിൽ ആൾ താമസമില്ല. എന്ത് ചെയ്യാനാ? എനിക്കും അല്ല ചേച്ചിക്കും അല്ല, പിന്നെ ആർക്കും ഈ വെള്ള ഷർട്ട്? അതെന്റെ പുന്നാര മോൻ വിശാലിന് അവന്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിയ ഒരു സ്പെഷ്യൽ ഡ്രസ്, പരിശുദ്ധമായ വെള്ള ഷർട്ട്. ഇതാപ്പാ നന്നായി. എന്തിന് ഏതിന് കൂടെ നിൽക്കുന്ന എനിക്കൊരു ഷർട്ട് വാങ്ങി തരാതെ 24 മണിക്കൂറും കുറ്റം പറയുന്ന അവന് വാങ്ങിക്കൊടുക്കാൻ പോകുന്നു അല്ലേ? അതും ഈ വൈറ്റ് ഷർട്ട്. ചേച്ചിക്ക് എന്താ പറ്റിയേ? അല്ല, ഇനിയിപ്പോ ആ പാർവതി വല്ല കൂടത്രം ചെയ്ത് ചേച്ചിയുടെ മനസ്സ് മാറ്റിയോ? പ്രതാപ, ഞാൻ പറയുന്നത് കേൾക്ക്. ആ ഷർട്ട് അവിടെ വെക്ക്, എന്നിട്ട് ഇങ്ങോട്ട് മാറി നിൽക്ക്. എന്നെ കൊന്നാലും ശരി, ഈ ഷർട്ട് ഞാൻ തരില്ല. ചേച്ചി അവന് വേറെ വാങ്ങിക്കൊടുത്തു. ആഹാ, എനിക്കുണ്ട് വാശിയൊക്കെ. വിനാശകാലേ വിപരീത ബുദ്ധി. നിനക്ക് ചാകാൻ അത്ര കൊതിയാണെങ്കിൽ നീ അതെടുത്തോ, ഞാൻ തടയില്ല. ചത്ത് മലർന്നു കിടക്കുന്ന പ്രതാപനെ കാണാൻ നല്ല ജയിലായിരിക്കും. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഈ ഷർട്ട് ഇട്ട മരിക്കുന്നു? ഇതെന്തോന്ന് ബോംബാണോ? ഒരർത്ഥത്തില് ബോംബ് പോലെ തന്നെയാ, സൈലന്റ് ബോംബ്. എന്റെ പൊന്നി ചേച്ചി ഉള്ളതുപോലെ പറ. പറയാം. ആ ഷർട്ടില് പെട്ടെന്ന് തീ പിടിക്കുന്ന തരത്തില് ഒരു തരം കെമിക്കൽസ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. വിശാൽ ഇത് ഇട്ടിരിക്കുമ്പോ ആരെങ്കിലും ബർത്ത്ഡേക്ക് മെഴുകുതിരി കത്തിച്ചാ മതി, ആ നിമിഷം തന്നെ അവന്റെ ഷർട്ടില് തീ പടരും. ആ അഗ്നിയില് അവൻ വെന്ത് വെണ്ണീറാകും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ബർത്ത്ഡേ അവന്റെ ഡെത്ത് ഡേ ആവുന്നു അല്ലേ? അയ്യോ, എനിക്ക് വേണ്ട കേട്ടോ, അവൻ എന്നെ കൊടുത്തേക്ക്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവൻ കത്തിയിരുന്ന് കാണാൻ എനിക്ക് കൊതിയാവുന്ന ചേച്ചി. അല്ല, ഇത് വല്ലാത്തൊരു ട്വിസ്റ്റായി പോയല്ലോ ചേച്ചി. പെട്ടെന്ന് എന്താ വിശാലിനെ തട്ടാനൊരു പ്ലാൻ? ഇന്നലെ വരെ അവനെ കൊല്ലരുതെന്നല്ലേ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.